വീട്ടിൽ തന്നെ പെട്ടെന്ന് നെയ്യ് ഉണ്ടാക്കി നമുക്കെടുക്കാം. ഇത് ഞാൻ ഈ പാൽപ്പാടയെല്ലാം കൂടെ ശേഖരിച്ച് വെച്ച് ഒരു പാത്രം നിറച്ചാകുമ്പോൾ നമ്മളത് എടുത്ത് നെയ്യ് ഉണ്ടാക്കുന്നതാണ്. അതിന് ഞാൻ പാല് നല്ലതുപോലെ കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ തണുപ്പിക്കണം. തണുപ്പിച്ച് കഴിയുമ്പം പാട നല്ലതുപോലെ ഉണ്ടാകും. ഞാൻ ഇതുപോലെ ഇങ്ങനെ പാല് ഇതുണ്ടോ, പാല് തിളപ്പിച്ച് ഞാൻ നല്ലതുപോലെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അത് നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ പാട കിട്ടും. ഈ പാട ഇതുപോലെ കിട്ടുന്ന പാട ഞാനിങ്ങനെ ശേഖരിച്ച് ഒരു പാത്രം നമ്മൾ നിറയുമ്പോൾ നമുക്ക് അത് എടുത്ത് നെയ്യ് ഉണ്ടാക്കാവുന്നതാണ്. അതിനു വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ നെയ്യ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കിട്ടുന്നത് ഞാൻ ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ച് കളയുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു സ്വീറ്റായിട്ട് ഒരു ബർഫി ഉണ്ടാക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഈ പഞ്ചസാര പൊടിയും ചെറിയ സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് വേണം നമ്മളത് ഇളക്കിയെടുക്കാൻ. ആദ്യം നമുക്കിതൊരു പാനിനകത്തിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഈ പാൽപ്പാട മുഴുവനും ഇങ്ങനെ നല്ലപോലെ ഒരു നോൺ സ്റ്റിക്ക് ചൂടാക്കിയിട്ട് ഇതിനകത്തിടാം. അത് നല്ലതുപോലെ ഇങ്ങനെ തിളച്ച് പറ്റി വരുമ്പോൾ നല്ല നെയ്യായി കിട്ടും. നമുക്കൊരു സ്പൂണ് തൈര് ഒഴിച്ച് നമ്മുടെ ഈ പാടയെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് വൈകിട്ട് വെച്ചാൽ നമുക്കത് എടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ നല്ലതുപോലെ അത് മോര് അതിനകത്തുനിന്ന് പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ നെയ്ക്ക് പെട്ടെന്നൊരു കേടായി പോകും, ഒരു ചൊവ്വയും മണവും വരും. അതുകൊണ്ട് ഞാൻ പാട തന്നെ നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിലും നെയ്യ് ചള്ളാകാതിരുന്നുള്ളൂ, വേഗം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. നമ്മൾ ഇതിങ്ങനെ നല്ലതുപോലെ തിളച്ച് ഇതിഞ്ഞും പറ്റണം. അതുവരെ നമുക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടിന്യൂസ് ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പാൻ നിറഞ്ഞിങ്ങനെ വരും. അപ്പോഴത്തേനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെ നമ്മുടെ ഈ ക്രീമെല്ലാം കടയിൽ നിന്ന് പുറത്തോട്ട് പോകും. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴത്തേനും നമുക്കിത് നല്ലപോലെയായി കിട്ടും. ഇപ്പം നമ്മുടെ നെയ്യ് കുറേശ്ശെ തെളിയുന്നുണ്ട്. ഇത് കണ്ടോ, മുകളിലൊക്കെ നമുക്ക് കാണാം കുറേശ്ശെ തെളിഞ്ഞു വരുന്നുണ്ട്. നല്ലതുപോലെ ആയിട്ടില്ല, ഇതൊരുവിധം മൂക്കുന്ന പോലെ ആവണം. ഞാൻ ഈ പാട നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ പാട കളക്ട് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കാവുള്ളൂ. എന്നും എടുക്കുന്നത് അതിൻ്റെ കൂടത്തി ഒഴിച്ച് നമ്മൾ ശേഖരിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിനൊരു യെല്ലോ കളർ പിടിക്കും. ആ പാട ഒരു യെല്ലോ കളർ പിടിച്ചാൽ നമ്മൾ ആ പാട ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. നമ്മുടെ നെയ്യ് അപ്പടി മണമായിരിക്കും, നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല. ഇതാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ചപ്പാത്തിയിലൊക്കെ തൂത്തും എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. മഞ്ഞച്ചു പോയ പാട ആരും ഒരിക്കലും ഉണ്ടാക്കരുത്, അത് വളരെ ചള്ളാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ നെയ്യ് നല്ലതുപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. എടുക്കാറായില്ല, ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കാം. ഒരുവിധം ഒന്ന് ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇപ്പം നല്ലതുപോലെ തെളിഞ്ഞു വരുന്നുണ്ടോ. ഇപ്പം നമ്മുടെ നെയ്യ് നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. ഒക്കെ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ അരിച്ചെടുക്കാൻ. പിന്നെ അരിച്ച് കിട്ടുന്നത് നമ്മളൊരു ബർഫി ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് കരിച്ച് കളയുന്നില്ല. ഒരു ചെറിയ ബ്രൗൺ ആയിട്ടുള്ളൂ, ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയപ്പോൾ ഞാനിതിപ്പോൾ ഓഫാക്കി. ഇതിനി നമ്മൾ ഒരുപാട് അങ്ങോട്ട് എന്നാ പറയുന്നത്, ഈ നെയ്യുടെ ഈ നമ്മൾ അരിച്ച് കിട്ടുന്ന സാധനം ഒത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് ഒത്തിരി സ്പീഡിൽ വെച്ചും നമ്മൾ നെയ്യ് ഉണ്ടാക്കല്ല, പുകഞ്ഞു പോകല്ലേ നമ്മുടെ നെയ്യ്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം എടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ. ഇച്ചിരി ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. നമ്മുടെ നെയ്യ് ഒരുവിധം തണുത്തിട്ടുണ്ട്. ഞാനിനി ഇതുപോലെ നമുക്ക് ഒരു അരിപ്പയ്ക്കകത്തോട്ട് നമുക്കിത് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ നെയ്യ് കിട്ടിയിട്ടുണ്ട്, ഒട്ടും നമുക്കങ്ങനെ പോയിട്ടില്ല. പിന്നെ നമ്മളിനി ഞാൻ പറഞ്ഞില്ല ബർഫി ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ഈ അരിച്ച് കിട്ടിയതാണ് നമുക്ക് ഈ നെയ്ക്കകത്ത്. ഇത് ഞാൻ ഈ കടയിക്കകത്ത് തന്നെ ഞാനിത് സ്പൂൺ വെച്ച് ഞെക്കി കളയുന്നില്ല നെയ്യ്. അവത്തേലുള്ള നെയ്യ് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഇച്ചിരി നെയ്യോടെയാണ് അത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ ഞാൻ 1 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ഇത് ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാം. നമ്മൾ നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി, പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടത്തിൽ ഞാൻ ഒരു നുള്ളു ഏലക്ക പൊടിച്ചതുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഈ പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റ് ആകുന്ന അത്ര സമയം നമ്മൾ എടുത്താൽ മതി. നമുക്കൊരു ബൗളിനകത്തോട്ട് എടുത്ത് അത് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
നല്ലൊരു സ്വീറ്റ് ഡിഷാണ് ഇത്. അതുകൊണ്ട് നമ്മുടെ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിനകത്തോട്ട് മാറ്റി നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഞെക്കി പ്രസ് ചെയ്തെടുക്കാം. നല്ലൊരു ഡിഷാണ് ഇത്. നമ്മുടെ ഹോം മെയ്ഡ് നെയ്യും ബർഫിയും റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ പാട വെറുതെ കളയാതെ കൊണ്ട് നമുക്ക് ഉപയോഗിച്ചത് വീട്ടിൽ തന്നെ എടുക്കാം. ഒരു 5-8 മിനിറ്റ് കൊണ്ട് നമ്മുടെ നെയ്യ് ഉണ്ടായി കിട്ടും. ഒത്തിരി സമയമൊന്നും എടുക്കണ്ട. നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അടുത്തൊരു കടയിൽ ഇതൂടെ വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.